നമുക്ക് ചില സമയത്തൊന്നും ഒന്നും ചെയ്യാൻ തോന്നില്ല അല്ലേ? ആ ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥയെ മറികടക്കാൻ എന്തേലുമൊക്കെ ചെയ്യുക എന്നത് മാത്രമാണ് ഞാൻ കാണുന്ന ഒരു പരിഹാരം. മനസ്സിൽ എന്തൊക്കെയോ നെഗറ്റിവിറ്റി വരുമ്പോൾ, അതല്ലേ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ എൻ്റെ ചുറ്റും നോക്കും. പ്രധാനമായും എൻ്റെ റൂം. ഒരടുക്കും ചിട്ടയില്ലാത്ത എൻ്റെ മനസ്സിനെ റൂമിൽ തന്നെ പ്രതിഫലിച്ച് കാണുന്ന പോലെ കേട്ടോ അപ്പം തോന്നാറ്. ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നമുക്ക് പോസിറ്റിവിറ്റി കിട്ടുക? പണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന പല കാര്യങ്ങളും, ഈ ക്ലീനിങ് ഉൾപ്പെടെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് സമാധാനം കിട്ടുന്നത്. മെയിൻലി എനിക്ക് നന്നായി ചിന്തിക്കാൻ പറ്റുന്നത്, അതിനേക്കാൾ ഉപരിയായി പോസിറ്റിവിറ്റി തോന്നുന്നത്. അതില് കുറച്ചുകൂടി പോസിറ്റിവിറ്റി നിറയ്ക്കാനാണ് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയത്. ഒരു നാട്ടിലെ എനർജി ലെവല് ഹൈ ആയി നിൽക്കുന്ന സ്ഥലങ്ങളിലാണത്രേ ആരാധനാലയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ ആ സ്ഥലങ്ങളിൽ പോയി എനർജൈസ്ഡ് ആവുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി കൂടിയല്ലേ. നല്ല ചുറ്റുപാടുകൾ എപ്പോഴും നമ്മളിലേക്ക് നന്മകൾ കൊണ്ടുവരും. പ്രതിസന്ധികൾക്കിടയിലും എവിടേക്കോ സമാധാനം ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. ഇടയ്ക്ക് വല്ലാണ്ട് അങ്ങ് ഡൗൺ ആവും, ഇടയ്ക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. ഡൗൺ ആവുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ റീചാർജ് ചെയ്യണം. അതിനുള്ള വഴികൾ നമ്മൾ സ്വയം കണ്ടെത്തണം. ആ റീചാർജിങ് പ്രോസസ്സിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാനേ പോണ്ട. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ അമ്പലത്തിൽ വിളക്കൊക്കെ കത്തിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ആൻഡ് ഐ ഫീൽ ഹാപ്പി ആൻഡ് ഭയങ്കര സമാധാനം. നിങ്ങൾ ഓക്കെ എല്ലാം തോന്നുമ്പോൾ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ നല്ല ഒരു വഴിയാണ് കേട്ടോ അത്. ആൻഡ് ഹാവ് സം ഇഷ്ടപ്പെട്ട ഫുഡ്. പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ബുക്ക് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധം കേട്ടോ. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പുസ്തകത്തിൽ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ എപ്പോഴാ എന്താ തോന്നുകയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഒരു ബുക്ക് വയ്ക്കും. ഇപ്പോഴും എൻ്റെ ക്ലീനിങ് കംപ്ലീറ്റഡ് അല്ല കേട്ടോ. പക്ഷെ മൊത്തത്തിൽ കാണുമ്പോഴുള്ള ഒരു നീറ്റ്നെസ്, അത് മനസ്സിലൊരു സമാധാനമാണ്. ക്ലീൻ യുവർ സ്പേസ്, ക്ലീൻ യുവർ മൈൻഡ് എന്നല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പറ്റുകയാണെങ്കിൽ കമൻറ്റൂടെ ചെയ്യൂ.